ഹലോ. അപ്പോൾ ഇന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടേ. ഞാൻ ഒത്തിരി ദിവസമായിട്ട് കാത്തിരുന്ന ഒരു പാഴ്സലാട്ടോ. അപ്പോൾ ഇതെന്തോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നല്ല ഒന്നാന്തരം ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇളക്കി തുറക്കാൻ ഇച്ചിരി പ്രയാസമാണ്, കുറച്ച് പ്രയാസപ്പെട്ടു. ഞാനെന്തായാലും ഇങ്ങനെ പ്രയാസപ്പെട്ടല്ലേ കണ്ടത്, അപ്പം നിങ്ങളും അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. എൻ്റെ റിംഗ് ലൈറ്റ് ഒടിഞ്ഞു പോയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അന്ന് മുതൽ പുതിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് പെൻഡിങ്ങിൽ വെച്ചിരുന്നേ. അവസാനം ഞാനത് ഓർഡർ ചെയ്ത്. ഈ കണക്ട് ചെയ്യുന്നത് പോലൊന്നും അല്ല കേട്ടോ. അത് അവസാനം വരെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒപ്പിച്ചു. ഒന്ന് കണക്റ്റ് ആക്കുന്ന കുറച്ച് ഇച്ചിരി ശകലം ബുദ്ധിമുട്ടി കേട്ടോ എനിക്ക്. കാരണം എനിക്കത് മറ്റേ ലൈറ്റ് ആയിരുന്നേ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇത് എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഏകദേശമൊക്കെ ഫോട്ടോ ഒക്കെ നോക്കി ഞാൻ ഒപ്പിച്ചു. അതെ, ഇങ്ങനെയൊക്കെയാ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഊരിയിട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് ഒന്നും കൂടെ എടുത്തതാ കേട്ടോ, ഫിറ്റ് ചെയ്തുകൊണ്ട്. വേണ്ട, ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്ത് വെക്കുന്നത്. മൊബൈൽ വെക്കുന്നത് ആ ഒരു സ്റ്റാൻഡിനകത്താണ്. ഇത് കാണുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര സ്റ്റാൻഡിന് ഭയങ്കര വില ഉള്ളത് പോലെ തോന്നി, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. മുകളിലോട്ട് കുറച്ച് ഭാരം കൂടുതലും സ്റ്റാൻഡിൻ്റെ ആ കാലിനുണ്ടല്ലോ, അതിന് അത്രയ്ക്ക് വലിയൊരു വില ഒന്നുമില്ല. ഇച്ചിരി ഗ്രിപ്പ് ഉള്ളിടത്തോട്ട് വെച്ചപ്പോൾ അത് ഓക്കെ ആയി. ഇതിൻ്റെ മുകളിൽ ഞാൻ മൊബൈൽ വെച്ച് കാണിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരൊറ്റ മൊബൈലേ ഉള്ളൂ. പവർ ബാങ്കിനകത്തോട്ട് തൽക്കാലം കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് കത്തിച്ച് കാണിക്കാം. പല നിറമുള്ള ഒരു ലൈറ്റാണ് ആദ്യം കത്തിയത് തന്നെ. പല രീതിയിൽ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. വെള്ളയുണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, മൾട്ടി കളറുണ്ട്. സംഭവം അടിപൊളിയാട്ടോ. ഇതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ.